ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീട്ടിലൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ വോയിസ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക, ബിക്കോസ് എനിക്ക് കോൾഡ് ഉണ്ട്. ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ കോൾഡായിട്ടുള്ളത് അത് കാരണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഇപ്പോൾ കാണുന്ന പുള്ളിയുടെ ഹോളി കമ്മ്യൂണിയൻ പാച്ചിലോട്ടാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫാമിലി അംഗങ്ങളൊപ്പം ഉണ്ട് കൂടെ. ഒരു പാച്ചിൽ കാണാം. Jungle beats in the air, dreams take flight, but beware, beware. Graffiti tells tales on the subway line, lost souls searching, trying to redefine echoes of struggle in alleys tight. അപ്പോൾ ഒരു ഹോളി കമ്മ്യൂണിനൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ വീട്ടിൽ ഒത്തുകൂടുന്ന ഒരു കുഞ്ഞു കുഞ്ഞു പാർട്ടീസ് പോലെ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇതിന് ഒരുപാട് ഡിസിഷൻസൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു 1.5 വർഷമായിട്ട് ആലോചിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് നമ്മളിങ്ങനെ ഫങ്ഷനായിട്ട്, അതായത് 1-2 ഫാമിലീസ് കൂടുന്നൊന്നും അല്ലല്ലോ. അപ്പോൾ ഒത്തിരി നമുക്ക് ഫാമിലിയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ട് നല്ലൊരു ഗ്രാൻഡായിട്ട് ഫങ്ഷൻ ഉണ്ടാക്കണോ, അതോ സിമ്പിളാക്കി ഒരു മിനിമൽ ടൈപ്പിൽ എടുക്കണോ, അങ്ങനെയൊക്കെ ഒത്തിരി തവണ ആലോചിച്ചെടുത്തിട്ട് ഫൈനലി നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് അടുത്ത് വേണ്ടപ്പെട്ട റിലേറ്റീവ്സിനെ ഒപ്പം കൂട്ടിയിട്ട് ഒരു ഫങ്ഷനായിട്ട് എടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫുഡ് പരിപാടി തുടങ്ങിയാലോ? In the air, dreams take flight, but beware, beware. അപ്പോൾ ഞങ്ങൾ പർച്ചേസിങ്ങിനിടയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഫുഡ് ഊണിനുള്ള കൂപ്പണൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ് ഇവിടെ. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഉദ്ദേശിച്ച ആ ഒരു ലെവലിൽ ഉണ്ടായിരുന്നില്ല ഫുഡ്. ഞങ്ങൾ ഫസ്റ്റ് വേറൊരു കട നോക്കി വന്നതാണ്. അപ്പോൾ അവിടെ നല്ല തിരക്ക് കാരണമാണ് ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്ന് ഉള്ളിലോട്ട് വന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ കരുതിയ രീതിക്ക് ഞങ്ങൾക്കിത് ഒത്തില്ല. ഗാരിക്ക് വേണ്ടിയിട്ട് ഊണല്ല, ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാവാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ദോശ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. Corners hum with a jazzy groove. Time stands still, it's hard to move. The rhythm of life, fast and slow. Navigate the maze, let the story flow. Bare knuckle truth, raw and unrefined. Every line's a pulse from a vivid mind. Urban poets in the court of kings, street symphony. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടി കഴിഞ്ഞു ഇറങ്ങുമ്പോൾ ഈ പ്രായമായവർക്കൊക്കെ ഈ നടന്ന് അവിടം വരെ എത്താനുള്ളൊരു സാവകാശം ഉണ്ടായിരുന്നില്ല. അവർക്ക് അതിനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളൊരു ഓട്ടോ കയറ്റി വിടുന്ന രംഗമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേരെയും കൂട്ടിയിട്ട് അവർ ചെന്നാൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നടന്നു വരാമല്ലോ. അങ്ങനെ ഞങ്ങൾ 3 ആൾ കൂടിയിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു, പിള്ളേരും കുട്ടിയൊന്നും ഇല്ലാതെ നമുക്ക് എത്ര ദൂരം വേണേലും സിറ്റി കറങ്ങാമെന്ന്. അത്ര റിലാക്സ്ഡ് ആയിരുന്നു നടന്ന ആ ഒരു. മീൻവെയിൽ ഞങ്ങൾ ആ പറഞ്ഞു വിട്ട ഓട്ടോ ട്രാഫിക്കിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. ഒരു രക്ഷയില്ല. ഞങ്ങൾ അവിടെ ഇവിടെ നിന്ന് നോക്കി നിന്ന് ഭയങ്കര അട്ടഹാസമായിരുന്നു. നമ്മുടെ ഫാമിലീസ് തമ്മിലുള്ളൊരു ഒത്തുകൂടലാണല്ലോ ഈ ഫങ്ഷൻസും പാർട്ടീസും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഒത്തുകൂടലാണിത്. നമ്മുടെ ഒത്തുകൂടൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന നല്ല തീരുമാനങ്ങൾക്കൊടുവിലുള്ള ഈ ഓട്ടപ്പാച്ചിൽ. ഈ ഓട്ടപ്പാച്ചിലുകൾ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്യാറുണ്ട്. വളരെയധികം റിലാക്സ്ഡായിട്ട്, അതായത് പാരൻസിനോടൊക്കെ ഒപ്പം ഞങ്ങൾ റിലാക്സ് ചെയ്തുകൊണ്ടാണ് പർച്ചേസിങ്ങൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ 3 ആളും കൂടി തനിച്ചും പർച്ചേസിങ്ങിനൊക്കെ വരാറുണ്ട്. മുമ്പൊക്കെ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പല ഫങ്ഷൻസിലും ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഈ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഗൈസ്. ഇപ്പം നേരിട്ട് കാണാം നമുക്ക്. ഈ കാണുന്ന കാഴ്ച എന്താണെന്നല്ലേ, ഈ വലിയ ഓട്ടപ്പാച്ചിലിനിടയ്ക്കാണ്
ഈ കൗമാരക്കാരികൾ ടോപ്പ് വാങ്ങാൻ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ സാരികളൊക്കെ നിന്നും മാറി ടോപ്പുകൾ ഇടാൻ തുടങ്ങിയിരിക്കല്ലേ ഇങ്ങനത്തെ കൗമാരക്കാരികൾ. അതിനായിട്ടുള്ള പർച്ചേസിങ്ങിലാണ്. 1-2 ടോപ്പുകൾ ഇടാൻ തുടങ്ങി. ഇപ്പോൾ ഒരു കുത്ത സെറ്റ് വാങ്ങാനായിട്ട് വന്ന് നിൽക്കുന്ന രംഗമാണ് ഗായ്സ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാറുന്ന ലോകത്തിനൊപ്പം മാറി ചിന്തിക്കുന്ന മലയാളികൾ, അതല്ലേ ശരിയായ പ്രയോഗം. അപ്പോൾ ഇവിടെ അവരുടെ ഷോപ്പിംഗ് നടക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കടക്കാം. The shadows creep, whispers of the city, secrets they keep. Underneath the street lamp steady burn. Life's a game of dice, wait in your turn. City lights shine, but they never show the truths we hide, the things we don't know. Concrete jungle beats in the air, dreams take flight, but beware, beware. Graffiti tells tales on the subway line. Lost souls searching, trying to redefine. Echoes of struggle in alleys. നമ്മുടെ ഹോളി കമ്മ്യൂണിയനിൽ ഞാനൊരു കളർ കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് എല്ലാവരും അവരവരുടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നത്. ഇതിപ്പോൾ കൂട്ടത്തിൽ അത് ഉള്ളവർ അത് തന്നെ ഇടുന്നുണ്ട്, ഇല്ലാത്തവർ പർച്ചേസ് ചെയ്യുന്ന രീതിക്കാണ് ഈ പർച്ചേസിങ് മേള നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിജയകരമായി 2 കുട്ടികൾ അവരുടേതായ കോസ്റ്റ്യൂംസ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എൽസ വന്ന് വീണതിൻ്റെ രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിടയ്ക്ക് അവർക്കും അവരുടേതായ രീതിയിലുള്ള ഓട്ടപ്പാച്ചിലുണ്ടായിരുന്നു. ഒരുവിധം പർച്ചേസ് ചെയ്ത് ഓക്കെ ആക്കി ഇറങ്ങിയ സാരികളൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങി മാച്ച് ചെയ്ത് നോക്കുമ്പോൾ മുഴുവനും മിസ്മാച്ചായിരുന്നു. കളർ മൊത്തത്തിലെ ഫ്ലോപ്പായി ഗായ്സ്. ഞങ്ങൾ തിരികെ വീണ്ടും കയറി കട മുഴുവനും മരിച്ചു പറക്കി നോക്കി, എങ്ങും കണ്ടില്ല. സെയിം കളറല്ലാതെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആപ്റ്റ് കളർ കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ അത് തന്നെ എടുത്ത് വീണ്ടും ഇറങ്ങേണ്ട അവസ്ഥയിലായി ഗൈസ്. പിള്ളേരിൽ ഒരു 1.5 ടെൻഷനാക്കി കൊടുത്തിട്ട് നമ്മളിവിടെ നിർത്തുവാണ്. ഇത് കഴിഞ്ഞ് ഒരു 10,000-ൻ്റെ സാരി എടുക്കാമെന്ന മട്ടാണ്, പക്ഷേ ചോദിക്കുന്നത് 2,000 ആയ അത് വേണ്ട ചേച്ചി, ഇഷ്ടപ്പെട്ടില്ല. ഫൈനലി ഇന്നത്തെ ഷോപ്പിംഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗായ്സ്. ഗോൾഡ് നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് സെയിമായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അത് തന്നെ എടുത്ത് ഞങ്ങൾ തിരികെ ഇറങ്ങേണ്ടിയുള്ള അവസ്ഥയിലായി. ഗോൾഡും പറഞ്ഞ് ലാസ്റ്റ് ഗോൾഡ് ലിഫ്റ്റിൽ തന്നെ കയറി തിരികെ ഗായ്സ്. ആദ്യ കുർബാനയുടെ 2ാം ദിവസത്തിൽ 2ാം പാച്ചിലോട്ട് കടക്കുകയാണ് ഞങ്ങൾ. ഷോപ്പിംഗ് പെണ്ണുങ്ങൾക്ക് ഒരു ഹരമാണ്, അതേസമയം ആണുങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഷോപ്പിങ്ങിന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കക്ഷിയാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ തല കുഴപ്പിക്കുന്ന പല കാര്യങ്ങളും തലേ ദിവസം തന്നെ തീർത്ത് വെച്ചത് കാരണം ഇന്ന് അത്രമേൽ തല പോക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഇന്ന് ഗാരിയുടെ സ്യൂട്ട് മാത്രമേ വാങ്ങിക്കാനുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് പർച്ചേസിങ് മാത്രം. അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങുന്നത്. ഇന്ന് ഫസ്റ്റ് കല്യാൺ സിൽക്കിലോട്ടാണ് പോകുന്നത്, അത് കഴിഞ്ഞിട്ട് പോത്തീസിൽ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. Truth raw and unrefined. Every line's a pulse from a vivid mind. Urban poets in the court of kings, street symphonies when the ഇവിടുന്ന് അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തു. പുള്ളിക്കാരനെ ട്രയൽ ചെയ്യാനായിട്ട് അകത്ത് കയറ്റിയിട്ടുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അത്ര ഒത്തില്ല ഗായ്സ്. ഇതിൽ കളർ മൈൻഡ് ആക്കണ്ട,
എന്നിരുന്നാലും എനിക്ക് കോട്ട് അത്ര ഇഷ്ടമായില്ല, അത് അവന് ഒട്ടും തന്നെ മാച്ചായൊന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാനെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ സ്റ്റിച്ചിങ് പരിപാടിയാണെങ്കിൽ 5 to 6 ഡേയ്സെങ്കിലും വേണ്ടി വരും. അപ്പോൾ നമുക്കതിനുള്ള ടൈമില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ നേരെ പോത്തീസിൽ വെച്ച് പിടിച്ചു. അവിടെ ഒരുവിധം ഓക്കെ പോകുന്ന ഒരു സ്യൂട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാലും അതും പ്യുവർ വൈറ്റാണ്. ഞാൻ ഉദ്ദേശിച്ച് വന്നത് ഒരു ഓഫ് വൈറ്റ് പാറ്റേണിലായിരുന്നു. പക്ഷേ കിട്ടാത്ത കാരണം പിന്നെ ഞങ്ങൾക്ക് അധികം സമയവും ഇല്ലാത്ത കാരണം ഇവിടെ നിന്ന് തന്നെ ഒരെണ്ണം ചൂസ് ചെയ്തു. ഇവിടെ നിന്ന് തന്നെ ആൾട്ടർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ആൾട്രേഷനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് സെറ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. Let the story flow. Bare knuckle truth rolling unrefined. Every line's a pulse from a vivid mind. Urban poets in the court of kings. Street symphonies when the corner sings. City lights shine. ഉദ്ദേശം ഒരു മിനിമൽ ടൈപ്പ് ഫങ്ഷൻ ആണെങ്കിലും ഒരു മാരേജിനൊക്കെ ആകുന്ന പോലുള്ള അത്ര ലെവലിൽ എത്തിയില്ലെങ്കിലും ഒരു അതിൻ്റെ തന്നെ ഒരു മീഡിയം റേഞ്ച് പർച്ചേസിംഗ് ഒക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു നൈറ്റ് 8:30 ഒക്കെ ഉണ്ടായിരിക്കും ഈ സമയം. ബിക്കോസ് ഞങ്ങൾ ഇറങ്ങുന്നത് തന്നെ ഒരു 5 o'clock അടുപ്പിച്ചിട്ടുണ്ടാകും. കാരണം പിള്ളേർക്ക് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ക്ലാസ്സൊക്കെ കട്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങോട്ട് ഞങ്ങളിപ്പോൾ ഫങ്ഷന് വെച്ചിരിക്കുന്നതും ഒരു ക്ലാസ്സുള്ള ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഉള്ള ദിവസങ്ങളിൽ ക്ലാസ് കട്ടാകാതെ ക്ലാസ്സിലൊക്കെ ആക്കിയിട്ട് അത് കഴിഞ്ഞ് വരുന്ന ടൈമിലായിരുന്നു ഞങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെ 1-2 ദിവസത്തെ പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു, ചെറിയ ആവശ്യങ്ങൾ പോലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു. നൈറ്റ് ഒരു 9:30 ആവും, 9 o'clock ആകും. അപ്പോൾ ഒരു ടൈമിൽ ഞങ്ങളൊരു ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അടുക്കള എന്ന് പറഞ്ഞിട്ടൊരു നാടൻ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ കയറി ഫുഡൊക്കെ കഴിച്ചു. Corners home with a jazzy groove. Times അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാക്കാണെന്ന് കരുതുന്നു. ഇനി നമ്മുടെ ഫങ്ഷൻ ഓർഗനൈസിങ് പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും till then take care, bye. in the court of kings, street symphonies when the corner sings. City lights shine, but they never show.